ജീവിതത്തിൽ ഒരു ഇതുമില്ല, നാടകം കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങ് കുത്തി മറിച്ച് കളയാം, വലിയ വിപ്ലവങ്ങൾ, നമ്മൾ സാംസ്കാരിക വിപ്ലവങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഞങ്ങൾക്ക് കൂട്ടായിട്ട് വന്ന് പറഞ്ഞാൽ കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ലെജൻഡ്. ഞങ്ങളിങ്ങനെ എനർജറ്റിക്കായിട്ടൊരു 5-8 എണ്ണം ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ കാനായി സാർ വന്നിട്ട് പറഞ്ഞു, എടാ നീയൊക്കെ ഇങ്ങനെ നടന്നാൽ പോരാ, നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യണം, സംഘാടകരും മറ്റേ ഇതൊക്കെ ആക്കി ചെയ്യണം. ഓ എന്നാൽ പിന്നെ എന്താ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാനായി സാറും സാറിൻ്റെ വൈഫും താമസിക്കുന്ന കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു ഞങ്ങളെ ഈ ഊണ് ഉറക്കവും എല്ലാം. സാറ് വന്നിരിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് സാറ് പറയുന്നത്, നിങ്ങൾക്ക് കൊള്ളാം നമുക്ക്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ലളിതകലാ അക്കാദമി ചെയർമാൻ അന്ന്. അപ്പോൾ അക്കാദമിയുടെ പെയിൻറ്റിങ്സ് കൊല്ലത്ത് പെയിൻറ്റിങ് ഇത് വർക്ക്ഷോപ്പ് കേരളത്തിന് പല ഭാഗത്തുനിന്ന് ആർട്ടിസ്റ്റുകൾ വരുവാണ്. അപ്പോൾ ഈ വരയ്ക്കുന്ന ഈ ഉപയോഗിക്കുന്ന ഈ വരച്ച ഈ പെയിൻറ്റിങ് വിൽപ്പന നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ. നമുക്ക് അന്ന് അങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ 7 എണ്ണം വെറുതെ നിൽക്കുകയാണ്, വെറുതെ മറ്റേ കാള കളിച്ച പൊന്മാന്റെ ഡയറക്ടറുണ്ട്, ജ്യോതിഷുണ്ട്, ജ്യോതിഷുണ്ട്, ഷെല്ലയുണ്ട്, ഷൈജു ഉണ്ട്, വിക്രമൻ, PJ ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ അധ്യാപകൻ, അത് ഞങ്ങളുടെ ആത്മീയ നേതൃത്വം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഈ കാര്യങ്ങൾ ഇതാക്കുന്ന സമയത്താണ് നിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഒരു പെൺകൊച്ചിനെയും കൂടെ തരാവിടാന്നും പറഞ്ഞു. അതുവരെ അവിടെ കറങ്ങി നടന്നൊരു സുന്ദരി ഒരുത്തി ഉണ്ടായിരുന്നു, ഇച്ചിരി ജാട കേസ്. ഇന്ന് മാതൃഭൂമി ന്യൂസിൻ്റെ റിപ്പോർട്ട് മറ്റേ ഇതാണ്, ന്യൂസ് റീഡറാണ്, SR മുത്തി. അവളന്ന് കലാതിലകമൊക്കെ ആയിട്ട് ജാടയിട്ട് നിന്നതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ നിങ്ങൾക്കൊരു പെങ്ങൾ കാനാ സാറ് അവൾ തന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു പെയിൻറ്റിങ് വിൽപ്പന, വമ്പം വലിയ മുതലാളിമാർ, അതായത് സാധ്യതയുള്ളിടത്തൊക്കെ നമ്മൾ പോയി സംസാരിക്കും. നമ്മൾ പോയാൽ പഴക്കില്ല എന്നുള്ള സ്ഥലത്ത് പതുക്കെ കാനായി സാറിനെ ഉന്തിത്തള്ളി അവിടെ കൊണ്ടുപോകും. അങ്ങനെ പെയിൻറ്റിങ് മേടിക്കാൻ, അതായത് വരച്ച എല്ലാ പെയിൻറ്റിങ്ങും 1000 രൂപ 1500 രൂപ വിലയ്ക്ക് ഓരോരുത്തർ. അതായത് ഒരാൾ വരച്ച് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അയാളുടെ പെയിൻറ്റിങ് വിൽപ്പന നടത്തി. അതാണ് എൻ്റെ ഒരു. അപ്പം അങ്ങനെ അപ്പം സാറിന് സമയത്ത് നടന്നതാണ്. അല്ല, അത് കഴിഞ്ഞപ്പോഴത്തെ സാറ് പറഞ്ഞു, നീ എന്നൊക്കെ ഒരു പേരിടാം എന്നും പറഞ്ഞിട്ട് കഞ്ഞി എന്നും പറഞ്ഞ് ഗ്രൂപ്പിന് പേര്. ഞാൻ പറഞ്ഞതാ, ഞങ്ങൾ പറഞ്ഞു സാർ എന്തൊരു വർത്താനാണ് സാറേ കഞ്ഞി എന്നൊക്കെ പേര്. എടാ കഞ്ഞി എന്ന് പറഞ്ഞാൽ പനി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ സമൂഹത്തിന് പനി വരുമ്പോഴാണ് നിങ്ങളുടെ ആവശ്യം, അതാണ് കഞ്ഞി എന്നിട്ടത്. ഞങ്ങൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. സാറേ മനുഷ്യൻ്റെ മുമ്പിൽ ഇറങ്ങി അങ്ങനെ പോയി. സാറ് തിരുവനന്തപുരത്ത് പോയിട്ട് സാറ് വിളിച്ച്. സാറ് മൊബൈൽ ഉപയോഗിക്കത്തൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിലും അങ്ങനെ മൊബൈലില്ല, അന്ന് മൊബൈലില്ല. അപ്പോൾ സാറ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, മോന്തായം അതാണ് പേര്. മോന്തായത്തിൻ്റെ പ്രത്യേകത, അന്ന് മോന്തായം എന്ന് കേട്ടിട്ടുള്ളൂ, എന്താണെന്ന് നമുക്കറിയില്ല. അവിടെ മോന്തായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 കഴുക്കൂലുകൾ ചേരുന്ന ഇടമാണ് മോന്തായം. അപ്പം മോന്തായം വളഞ്ഞാൽ 64 വളയും. അപ്പം മോന്തായം എന്ന് പറയുന്നൊരു സംഭവം. പിന്നെ ഞങ്ങൾ ഒരു എന്തൊക്കെയോ ഞങ്ങൾ വലിയ പ്രസ്ഥാനമായിട്ട് ജ്യോതിഷിൻ്റെ റൂമാണ്. അന്ന് 800 രൂപ വാടക, അത് കൊടുക്കാൻ നിവൃത്തിയില്ല. പക്ഷെ സ്വപ്നങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അതിനകത്ത് എനിക്കൊരു ഗുണമുണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ നാടക പ്രവർത്തകനാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു വലിയൊരു ടീം അവിടെ ഉണ്ടായി. ശില്പികൾ, ചിത്രകാരന്മാർ, സംഗീതജ്ഞർ, എഴുതുന്നവർ, പാടുന്നവർ, എല്ലാവരും കൂടെ ചേർന്ന് പിന്നെ ആ മോന്തായം എന്ന് പറയുന്ന ആ സ്പേസിലേക്ക് ഇഷ്ടംപോലെ മനുഷ്യർ വന്നു ചേർന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഞങ്ങളുടെ സംഘാടനത്തിൽ ചേരുന്ന ആളുകൾ, മാധ്യമപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കൾ. ഇന്ന് കൊല്ലത്ത് മനോരമയുടെ ജയചന്ദ്രൻ എലങ്കത്ത്, കൊല്ലം ബ്യൂറോ ചീഫ്, ഇവൻ്റെയൊക്കെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഇവൻ്റെയൊക്കെ ശമ്പളം കിട്ടുന്ന സമയത്ത് നമ്മളവിടെ പോയി നിന്നിട്ടുണ്ട്. അവിടെ നിന്ന് പൈസ മേടിച്ച് വെച്ചുവാണ് ഈ റൂമിൻ്റെ പൈസ. അങ്ങനെ ഒരുപാട് ലല്ലു, ലല്ലു, അപ്പം ഇവരെല്ലാം ഞങ്ങളെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഈ സംഘാടനവും ഞങ്ങളുടെ കലയും ഞങ്ങളുടെ തോട്ടും ഒക്കെ ഇവർക്ക് ഇഷ്ടമാണ്. ഇവർ ഞങ്ങളെ ഏറ്റവും നന്നായിട്ട് ചെയ്യും. സമരങ്ങൾ
നാടകത്തിലൂടെ ചെയ്യും. എല്ലാവരും എനർജറ്റിക്കാണ്. ഇന്ന് പലരും ഓരോ മേഖലകളിൽ ഏറ്റവും മനോഹരമായിട്ട് അവരവരെയൊക്കെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മോത്തി മാതൃഭൂമിയിലുണ്ട്, അവൾ ജേർണലിസ്റ്റും ചിത്രകാരിയും ശില്പിയും ഒക്കെയാണ്. ഷെൻലെ പെയിൻറ്ററാണ്, 8 പോയിൻ്റ് ആർട്ട് കഫേ. ജ്യോതിഷ് ആർട്ട് ഡയറക്ടറായി, ഇപ്പോൾ പൊന്മാൻ്റെ ഡയറക്ടറായി. ഞാൻ സിനിമ എന്ന് പറയുന്നൊരു സ്പേസിൽ വിക്രമൻ ജ്യോതിഷിൻ്റെ അസോസിയേറ്റ്, ഷൈജു വേറൊരു ഇത്, ഉല്ലാസ് കൗർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹം ഗംഭീര ഗായകനും അദ്ദേഹം ഫോക്ലോറിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ഫെലോഷിപ്പൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ എല്ലാവരും ഓരോ രീതിയിൽ, പക്ഷെ ഭയങ്കര ഉൾക്കരുത്തുണ്ട് ഞങ്ങൾക്ക്. കാരണം ഈ 6-7 പേര് നിന്നാണ് ഓരോ കാര്യങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. സാമ്പത്തികം കണ്ടെത്തുന്നത് മാത്രമല്ല, പല രീതിയിലും.